2024 ലോക പ്രസ് സ്വാതന്ത്ര്യദിന സമ്മേളനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? 2024 ലോക പ്രസ് സ്വാതന്ത്ര്യദിന സമ്മേളനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? എ. ബ്രസീൽ, ബി. അർജന്റീന, സി. കൊളംബിയ, ഡി. ചിലി. 2024 ലോക പ്രസ് സ്വാതന്ത്ര്യദിന സമ്മേളനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? ഉത്തരം ഡി. ചിലി. സിയോം പാലം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? എ. അരുണാചൽ പ്രദേശ്, ബി. ആസാം, സി. ജമ്മു കാശ്മീർ, ഡി. മണിപ്പൂർ. സിയോം പാലം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഉത്തരം എ. അരുണാചൽ പ്രദേശ്. എല്ലാ മേഖലകളിലും ലിംഗസമത്വം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി സ്വകാര്യ കമ്പനികളുടെ ഡയറക്ടർ ബോർഡുകളിൽ സ്ത്രീ പ്രാതിനിധ്യം നിർബന്ധമാക്കിയ രാജ്യം ഏതാണ്? എല്ലാ മേഖലകളിലും ലിംഗസമത്വം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി സ്വകാര്യ കമ്പനികളുടെ ഡയറക്ടർ ബോർഡുകളിൽ സ്ത്രീ പ്രാതിനിധ്യം നിർബന്ധമാക്കിയ രാജ്യം ഏതാണ്? എ. ഖത്തർ, ബി. സൗദി അറേബ്യ, സി. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഡി. ഒമാൻ. എല്ലാ മേഖലകളിലും ലിംഗസമത്വം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി സ്വകാര്യ കമ്പനികളുടെ ഡയറക്ടർ ബോർഡുകളിൽ സ്ത്രീ പ്രാതിനിധ്യം നിർബന്ധമാക്കിയ രാജ്യം ഏതാണ്? ഉത്തരം സി. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. രാജ്യത്തെ റെയിൽവേ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ആപ്പിൻ്റെ പേര് എന്ത്? എ. ഇന്ത്യൻ റെയിൽവേ ആപ്പ്, ബി. സൂപ്പർ ആപ്പ്, സി. റെയിൽവേ കണക്ട്, ഡി. വൺ റെയിൽ. രാജ്യത്തെ റെയിൽവേ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ആപ്പിൻ്റെ പേര് എന്ത്? ഉത്തരം ബി. സൂപ്പർ ആപ്പ്. രാജ്യത്തെ റെയിൽവേ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ആപ്പിൻ്റെ പേര് എന്ത്? ഉത്തരം ബി. സൂപ്പർ ആപ്പ്. കേരള സംസ്ഥാനം രൂപീകൃതമായത് എന്ന്? എ. 1956 നവംബർ 1, ബി. 1956 നവംബർ 2, സി. 1956 നവംബർ 8, ഡി. 1956 നവംബർ 21. ഉത്തരം എ. 1956 നവംബർ 1. യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപം ഏത്? എ. ഒപ്പന, ബി. കഥകളി, സി. മോഹിനിയാട്ടം, ഡി. മാർഗം കളി. ഉത്തരം ബി. കഥകളി. കേരളത്തിൻ്റെ തലസ്ഥാനം ഏത്? എ. കാസർഗോഡ്, ബി. കോട്ടയം, സി. പത്തനംതിട്ട, ഡി. തിരുവനന്തപുരം. ഉത്തരം ഡി. തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? എ. പാലക്കാട്, ബി. ആലപ്പുഴ, സി. ഇടുക്കി, ഡി. തിരുവനന്തപുരം. ഉത്തരം സി. ഇടുക്കി. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? എ. പാലക്കാട്, ബി. ആലപ്പുഴ, സി. ഇടുക്കി, ഡി. തിരുവനന്തപുരം. ഉത്തരം ബി. ആലപ്പുഴ. കേരളത്തിലെ നിയമസഭാ അംഗങ്ങളുടെ എണ്ണം എത്ര? എ. 141, ബി. 121, സി. 150, ഡി. 100. ഉത്തരം എ. 141. കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷ ഏത്? എ. ഇംഗ്ലീഷ്, ബി. തമിഴ്, സി. ഹിന്ദി, ഡി. മലയാളം. ഉത്തരം ഡി. മലയാളം.
കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം ഏത്? എ. കണിക്കൊന്ന, ബി. ചെമ്പരത്തി, സി. സൂര്യകാന്തി, ഡി. മുല്ലപ്പൂ. ഉത്തരം എ. കണിക്കൊന്ന. കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം ഏത്? എ. പ്ലാവ്, ബി. കവുങ്ങ്, സി. തെങ്ങ്, ഡി. മാവ്. ഉത്തരം സി. തെങ്ങ്. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏത്? എ. മലമുഴക്കി വേഴാമ്പൽ, ബി. പരുന്ത്, സി. കാക്ക, ഡി. പ്രാവ്. ഉത്തരം എ. മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ഏത്? എ. പശു, ബി. ആന, സി. കുതിര, ഡി. സിംഹം. ഉത്തരം ബി. ആന. പശ്ചിമഘട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? എ. ആസാം, ബി. മുംബൈ, സി. കർണാടക, ഡി. ഡൽഹി. ഉത്തരം സി. കർണാടക. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ഏത്? എ. ആനമുടി, ബി. ഇല്ലിക്കൽ കൽ, സി. ഏലമല, ഡി. മീശപ്പുലിമല. ഉത്തരം എ. ആനമുടി. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏത്? എ. കോഴിക്കോട്, ബി. വയനാട്, സി. പാലക്കാട്, ഡി. ഇടുക്കി. ഉത്തരം സി. പാലക്കാട്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? എ. കടലുണ്ടിപ്പുഴ, ബി. നെയ്യാർ, സി. പെരിയാർ, ഡി. ഭാരതപ്പുഴ. ഉത്തരം സി. പെരിയാർ. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദി ഏത്? എ. മഞ്ചേശ്വരം പുഴ, ബി. നെയ്യാർ, സി. ഭാരതപ്പുഴ, ഡി. പെരിയാർ. ഉത്തരം എ. മഞ്ചേശ്വരം പുഴ. ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏത്? എ. മഞ്ചേശ്വരം പുഴ, ബി. നെയ്യാർ, സി. ഭാരതപ്പുഴ, ഡി. പെരിയാർ. ഉത്തരം ഡി. പെരിയാർ. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏത്? എ. മലമ്പുഴ അണക്കെട്ട്, ബി. നെയ്യാർ അണക്കെട്ട്, സി. മുല്ലപ്പെരിയാർ അണക്കെട്ട്, ഡി. ഇടുക്കി അണക്കെട്ട്. ഉത്തരം എ. മലമ്പുഴ അണക്കെട്ട്. ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏത്? എ. ഭാരതപ്പുഴ, ബി. പെരിയാർ, സി. നെയ്യാർ, ഡി. പമ്പ. ഉത്തരം ബി. പെരിയാർ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയായ മഞ്ചേശ്വരം പുഴയുടെ നീളം എത്ര? എ. 10 കിലോമീറ്റർ, ബി. 15 കിലോമീറ്റർ, സി. 16 കിലോമീറ്റർ, ഡി. 20 കിലോമീറ്റർ. ഉത്തരം സി. 16 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? എ. വേമ്പനാട്ട് കായൽ, ബി. അഷ്ടമുടി കായൽ, സി. കായംകുളം കായൽ, ഡി. ശാസ്താംകോട്ട കായൽ.
ഉത്തരം എ വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? എ വേമ്പനാട്ട് കായൽ, ബി അഷ്ടമുടി കായൽ, സി കായംകുളം കായൽ, ഡി ശാസ്താംകോട്ട കായൽ. ഉത്തരം ഡി ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ വനമില്ലാത്ത ജില്ല ഏത്? എ ആലപ്പുഴ, ബി കോഴിക്കോട്, സി കോട്ടയം, ഡി മലപ്പുറം. ഉത്തരം എ ആലപ്പുഴ. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം എത്ര? എ 5, ബി 16, സി 26, ഡി 36. ഉത്തരം ബി 16. കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണം എത്ര? എ 5, ബി 16, സി 26, ഡി 36. ഉത്തരം എ 5. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ജില്ല ഏത്? എ മലപ്പുറം, ബി കോഴിക്കോട്, സി വയനാട്, ഡി ഇടുക്കി. ഉത്തരം ഡി ഇടുക്കി. പെരിയാർ വന്യജീവി സങ്കേതം സ്ഥാപിച്ച വർഷം ഏത്? എ 1930, ബി 1934, സി 1940, ഡി 1947. ഉത്തരം ബി 1934. മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമായ ചെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? എ കൊല്ലം, ബി വയനാട്, സി ഇടുക്കി, ഡി മലപ്പുറം. ഉത്തരം എ കൊല്ലം. ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട് ഏത് രാജ്യത്താണ്? എ ഇന്ത്യ, ബി ചൈന, സി അമേരിക്ക, ഡി റഷ്യ. ഉത്തരം സി അമേരിക്ക. ലോകത്തിലെ ഏറ്റവും വലിയ ഗുഹ ഏത് രാജ്യത്താണ്? എ മെക്സിക്കോ, ബി അമേരിക്ക, സി ഇന്ത്യ, ഡി വിയറ്റ്നാം. ഉത്തരം ഡി വിയറ്റ്നാം. ലോകത്തിലെ ഏറ്റവും വലിയ സിറ്റി ഏത്? എ ഡൽഹി, ബി ന്യൂയോർക്ക്, സി ടോക്കിയോ, ഡി മുംബൈ. ഉത്തരം സി ടോക്കിയോ. ലോകത്തിലെ ഏറ്റവും വലിയ ബീച്ച് എവിടെയാണ്? എ ബ്രസീൽ, ബി ഓസ്ട്രേലിയ, സി ഇന്ത്യ, ഡി മെക്സിക്കോ. ഉത്തരം എ ബ്രസീൽ. ലോകത്തിലെ ആദ്യത്തെ പത്രം ഏത് രാജ്യത്താണ് പ്രസിദ്ധീകരിച്ചത്? എ ഇന്ത്യ, ബി ന്യൂയോർക്ക്, സി ജപ്പാൻ, ഡി ചൈന. ഉത്തരം ഡി ചൈന. ലോകത്തെ ആദ്യ ടെലിഫോൺ എക്സ്ചേഞ്ച് സ്ഥാപിതമായ രാജ്യം ഏത്? എ അമേരിക്ക, ബി ജപ്പാൻ, സി ചൈന, ഡി റഷ്യ. ഉത്തരം എ അമേരിക്ക. ഒറ്റ രാജ്യം മാത്രമുള്ള ഭൂഖണ്ഡം ഏത്?
എ ഏഷ്യ, ബി ആഫ്രിക്ക, സി ഓസ്ട്രേലിയ, ഡി അന്റാർട്ടിക്ക. ഉത്തരം സി ഓസ്ട്രേലിയ. പൊതു തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ ഏഷ്യൻ രാജ്യം ഏത്? എ ഇന്ത്യ, ബി അമേരിക്ക, സി ബ്രിട്ടൻ, ഡി നെതർലാൻഡ്. ഉത്തരം എ ഇന്ത്യ. ലോകത്ത് ഏറ്റവും കൂടുതൽ വിൽക്കുന്ന സുഗന്ധദ്രവ്യം ഏത്? എ ഏലം, ബി കുരുമുളക്, സി ഗ്രാമ്പു, ഡി കുങ്കുമം. ലോകത്ത് ഏറ്റവും കൂടുതൽ വിൽക്കുന്ന സുഗന്ധദ്രവ്യം ഏത്? ഉത്തരം ബി കുരുമുളക്. പൂക്കൾ ഇല്ലാത്ത സസ്യം ഏത്? എ റഫ്ലീഷ്യ, ബി വൂൾഫിയ, സി കുമിൾ, ഡി റാഫിയ. പൂക്കൾ ഇല്ലാത്ത സസ്യം ഏത്? ഉത്തരം സി കുമിൾ. ഇഞ്ചിയുടെ ജന്മദേശം ഏത്? എ ആഫ്രിക്ക, ബി ഓസ്ട്രേലിയ, സി ഇന്ത്യ, ഡി അമേരിക്ക. ഇഞ്ചിയുടെ ജന്മദേശം ഏത്? ഉത്തരം സി ഇന്ത്യ. ഏതിൻ്റെ സസ്യശാസ്ത്ര നാമമാണ് ഡാൽബർജിയ ലാറ്റിഫോളിയ? എ തെങ്ങ്, ബി തേക്ക്, സി പ്ലാവ്, ഡി ഈട്ടി. ഏതിൻ്റെ സസ്യശാസ്ത്ര നാമമാണ് ഡാൽബർജിയ ലാറ്റിഫോളിയ? ഉത്തരം ഡി ഈട്ടി. ഏതിൽ നിന്നാണ് ബ്രാൻഡി ഉൽപ്പാദിപ്പിക്കുന്നത്? എ മുന്തിരിങ്ങ, ബി കരിമ്പ്, സി ബാർലി, ഡി ആപ്പിൾ. ഏതിൽ നിന്നാണ് ബ്രാൻഡി ഉൽപ്പാദിപ്പിക്കുന്നത്? ഉത്തരം എ മുന്തിരിങ്ങ. എവിടെ വളരുന്ന സസ്യങ്ങളാണ് ഹലോഫൈറ്റുകൾ? എ ഉപ്പുജലം, ബി മരുഭൂമി, സി മരങ്ങൾ, ഡി പർവ്വതങ്ങൾ. എവിടെ വളരുന്ന സസ്യങ്ങളാണ് ഹലോഫൈറ്റുകൾ? ഉത്തരം എ ഉപ്പുജലം. ചുവപ്പ് പ്രകാശവും പച്ച പ്രകാശവും സംയോജിപ്പിച്ചാൽ ലഭിക്കുന്ന നിറം ഏത്? എ മഞ്ഞ, ബി സിയാൻ, സി വയലറ്റ്, ഡി മജന്ത. ചുവപ്പ് പ്രകാശവും പച്ച പ്രകാശവും സംയോജിപ്പിച്ചാൽ ലഭിക്കുന്ന നിറം ഏത്? ഉത്തരം എ മഞ്ഞ. പ്രപഞ്ചത്തിൻ്റെ നിറം ഏത്? എ കറുപ്പ്, ബി വെളുപ്പ്, സി ചുവപ്പ്, ഡി നീല. പ്രപഞ്ചത്തിൻ്റെ നിറം ഏത്? ഉത്തരം എ കറുപ്പ്. മഴവില്ലിൻ്റെ നടുക്ക് കാണുന്ന നിറം ഏത്? എ മഞ്ഞ, ബി നീല, സി പച്ച, ഡി ഇൻഡിഗോ. മഴവില്ലിൻ്റെ നടുക്ക് കാണുന്ന നിറം ഏത്? ഉത്തരം സി പച്ച. ഏറ്റവും ചെറിയ പക്ഷി ഏത്? എ റോബിൻ, ബി തത്ത, സി ഹമ്മിങ് ബേർഡ്, ഡി മൈന. ഏറ്റവും ചെറിയ പക്ഷി ഏത്? ഉത്തരം സി ഹമ്മിങ് ബേർഡ്. ഏറ്റവും നീളം കൂടിയ വാലുള്ള മൃഗം ഏത്? എ ആന, ബി ജിറാഫ്, സി ഒട്ടകം, ഡി നീർക്കുതിര. ഏറ്റവും നീളം കൂടിയ വാലുള്ള മൃഗം ഏത്? ഉത്തരം ബി ജിറാഫ്.
വിജ്ഞാനത്തിൻ്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്ന പക്ഷി ഏത്? എ. മൂങ്ങ, ബി. മയിൽ, സി. കാക്ക, ഡി. കഴുകൻ. വിജ്ഞാനത്തിൻ്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്ന പക്ഷി ഏത്? ഉത്തരം എ. മൂങ്ങ. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏത്? എ. മലമ്പുഴ അണക്കെട്ട്, ബി. നെയ്യാർ അണക്കെട്ട്, സി. മുല്ലപ്പെരിയാർ അണക്കെട്ട്, ഡി. ഇടുക്കി അണക്കെട്ട്. ഉത്തരം എ. മലമ്പുഴ അണക്കെട്ട്. ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏത്? എ. ഭാരതപ്പുഴ, ബി. പെരിയാർ, സി. നെയ്യാർ, ഡി. പമ്പ. ഉത്തരം ബി. പെരിയാർ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയായ മഞ്ചേശ്വരം പുഴയുടെ നീളം എത്ര? എ. 10 കിലോമീറ്റർ, ബി. 15 കിലോമീറ്റർ, സി. 16 കിലോമീറ്റർ, ഡി. 20 കിലോമീറ്റർ. ഉത്തരം സി. 16 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? എ. വേമ്പനാട്ട് കായൽ, ബി. അഷ്ടമുടി കായൽ, സി. കായംകുളം കായൽ, ഡി. ശാസ്താംകോട്ട കായൽ. ഉത്തരം എ. വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? എ. വേമ്പനാട്ട് കായൽ, ബി. അഷ്ടമുടി കായൽ, സി. കായംകുളം കായൽ, ഡി. ശാസ്താംകോട്ട കായൽ. ഉത്തരം ഡി. ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ വനമില്ലാത്ത ജില്ല ഏത്? എ. ആലപ്പുഴ, ബി. കോഴിക്കോട്, സി. കോട്ടയം, ഡി. മലപ്പുറം. ഉത്തരം എ. ആലപ്പുഴ. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം എത്ര? എ. 5, ബി. 16, സി. 26, ഡി. 36. ഉത്തരം ബി. 16. കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണം എത്ര? എ. 5, ബി. 16, സി. 26, ഡി. 36. ഉത്തരം എ. 5. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ജില്ല ഏത്? എ. മലപ്പുറം, ബി. കോഴിക്കോട്, സി. വയനാട്, ഡി. ഇടുക്കി. ഉത്തരം ഡി. ഇടുക്കി. പെരിയാർ വന്യജീവി സങ്കേതം സ്ഥാപിച്ച വർഷം ഏത്? എ. 1930, ബി. 1934, സി. 1940, ഡി. 1947. ഉത്തരം ബി. 1934. മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമായ ചെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? എ. കൊല്ലം, ബി. വയനാട്, സി. ഇടുക്കി, ഡി. മലപ്പുറം. ഉത്തരം എ. കൊല്ലം. സസ്യത്തിൻ്റെ ഏതു ഭാഗത്തു നിന്നാണ് പരുത്തിനാര് ലഭിക്കുന്നത്? എ. ഫലം, ബി. വേര്, സി. പൂവ്, ഡി. ഇല. സസ്യത്തിൻ്റെ ഏതു ഭാഗത്തു നിന്നാണ് പരുത്തിനാര് ലഭിക്കുന്നത്? ഉത്തരം എ. ഫലം.
വണ്ടർ നട്ട് എന്നറിയപ്പെടുന്നത്? എ. തേങ്ങ, ബി. അടക്ക, സി. നിലക്കടല, ഡി. കശുവണ്ടി. വണ്ടർ നട്ട് എന്നറിയപ്പെടുന്നത്? ഉത്തരം ഡി. കശുവണ്ടി. ഇന്ത്യയുടെ ഗോൾഡൻ ലീഫ് എന്നറിയപ്പെടുന്നത്? എ. ടെന്റു, ബി. പുകയില, സി. പനയോല, ഡി. തേക്ക്. ഇന്ത്യയുടെ ഗോൾഡൻ ലീഫ് എന്നറിയപ്പെടുന്നത്? ഉത്തരം ബി. പുകയില. ഇന്ത്യൻ റോസ് വുഡ് എന്നറിയപ്പെടുന്നത്? എ. അക്കോഷ്യ, ബി. മഹാഗണി, സി. ഈട്ടി, ഡി. തേക്ക്. ഇന്ത്യൻ റോസ് വുഡ് എന്നറിയപ്പെടുന്നത്? ഉത്തരം സി. ഈട്ടി. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ ആഗിരണം ചെയ്യുന്ന വാതകം ഏത്? എ. നൈട്രജൻ, ബി. ഹൈഡ്രജൻ, സി. കാർബൺ ഡൈ ഓക്സൈഡ്, ഡി. ഓക്സിജൻ. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ ആഗിരണം ചെയ്യുന്ന വാതകം ഏത്? ഉത്തരം സി. കാർബൺ ഡൈ ഓക്സൈഡ്. മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കൃഷി ചെയ്യുന്ന വിള ഏത്? എ. നെല്ല്, ബി. കരിമ്പ്, സി. ഗോതമ്പ്, ഡി. പയറ്. മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കൃഷി ചെയ്യുന്ന വിള ഏത്? ഉത്തരം ഡി. പയറ്. ലവ് ആപ്പിൾ എന്നറിയപ്പെടുന്നത്? എ. ഓറഞ്ച്, ബി. പേരക്ക, സി. വഴുതന, ഡി. തക്കാളി. ലവ് ആപ്പിൾ എന്നറിയപ്പെടുന്നത്? ഉത്തരം ഡി. തക്കാളി. മണ്ണിനടിയിൽ ഫലം ഉണ്ടാക്കുന്ന സസ്യം ഏത്? എ. കാരറ്റ്, ബി. കാബേജ്, സി. നിലക്കടല, ഡി. മരിച്ചീനി. മണ്ണിനടിയിൽ ഫലം ഉണ്ടാക്കുന്ന സസ്യം ഏത്? ഉത്തരം സി. നിലക്കടല. ശ്വസനവർഗത്തിലെ ഏറ്റവും വലുത് ഏത്? എ. ചെന്നായ, ബി. കുറുക്കൻ, സി. നായ, ഡി. കുറുനരി. ശ്വസനവർഗത്തിലെ ഏറ്റവും വലുത് ഏത്? ഉത്തരം എ. ചെന്നായ. അശ്വകുടുംബത്തിലെ ഏറ്റവും ചെറിയ മൃഗം ഏത്? എ. കുതിര, ബി. സീബ്ര, സി. പൂച്ച, ഡി. കഴുത. അശ്വകുടുംബത്തിലെ ഏറ്റവും ചെറിയ മൃഗം ഏത്? ഉത്തരം ഡി. കഴുത. ഒരേ സമയം രണ്ടു തരം ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള ജന്തു ഏത്? എ. കുറുക്കൻ, ബി. ഡോൾഫിൻ, സി. ചെന്നായ, ഡി. പൂച്ച. ഒരേ സമയം രണ്ടു തരം ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള ജന്തു ഏത്? ഉത്തരം ബി. ഡോൾഫിൻ. ഏറ്റവും ആയുർദൈർഘ്യമുള്ള പക്ഷി ഏത്? എ. മയിൽ, ബി. ഒട്ടകപ്പക്ഷി, സി. പെൻഗ്വിൻ, ഡി. പെലിക്കൺ. ഏറ്റവും ആയുർദൈർഘ്യമുള്ള പക്ഷി ഏത്? ഉത്തരം ബി. ഒട്ടകപ്പക്ഷി. സന്ദേശവാഹകരായി ഉപയോഗിച്ചിരുന്ന പക്ഷി ഏത്? എ. കാക്ക, ബി. തത്ത, സി. മയിൽ, ഡി. പ്രാവ്. സന്ദേശവാഹകരായി ഉപയോഗിച്ചിരുന്ന പക്ഷി ഏത്? ഉത്തരം ഡി. പ്രാവ്. കൊതുക് ശബ്ദമുണ്ടാക്കുമ്പോൾ കപനം ചെയ്യുന്ന ശരീരഭാഗം ഏത്? എ. വോക്കൽ കോഡ്, ബി. ചിറക്, സി. കാൽ, ഡി. കൊമ്പ്.
കൊതുക് ശബ്ദമുണ്ടാക്കുമ്പോൾ കപനം ചെയ്യുന്ന ശരീരഭാഗം ഏത്? ഉത്തരം ബി. ചിറക്. കരയിലെ മൃഗങ്ങളിൽ ഏറ്റവും ഭാരം കൂടിയ മസ്തിഷ്കം ഉള്ളത് ഏതിന്? എ. വാൾറസ്, ബി. ഗോറില്ല, സി. ആന, ഡി. മനുഷ്യൻ. കരയിലെ മൃഗങ്ങളിൽ ഏറ്റവും ഭാരം കൂടിയ മസ്തിഷ്കം ഉള്ളത് ഏതിന്? ഉത്തരം സി. ആന. ആനയുടെ ഹൃദയമിടിപ്പ് നിരക്ക് മിനിറ്റിൽ എത്രയാണ്? എ. 72, ബി. 60, സി. 50, ഡി. 25. ആനയുടെ ഹൃദയമിടിപ്പ് നിരക്ക് മിനിറ്റിൽ എത്രയാണ്? ഉത്തരം ഡി. 25. ഏറ്റവും വേഗത്തിൽ നീന്തുന്ന പക്ഷി ഏത്? എ. ജന്റു പെൻഗ്വിൻ, ബി. അരയന്നം, സി. താറാവ്, ഡി. സ്വിഫ്റ്റ്. ഏറ്റവും വേഗത്തിൽ നീന്തുന്ന പക്ഷി ഏത്? ഉത്തരം എ. ജന്റു പെൻഗ്വിൻ. പാവങ്ങളുടെ പശു എന്നറിയപ്പെടുന്നത്? എ. ആട്, ബി. മുയൽ, സി. പന്നി, ഡി. എരുമ. പാവങ്ങളുടെ പശു എന്നറിയപ്പെടുന്നത്? ഉത്തരം എ. ആട്. ദഹനത്തിന് സഹായിക്കുന്ന രാസസന്ധിയായ പെപ്സിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എവിടെയാണ്? എ. ചെറുകുടൽ, ബി. കരൾ, സി. വൃക്ക, ഡി. ആമാശയം. ദഹനത്തിന് സഹായിക്കുന്ന രാസസന്ധിയായ പെപ്സിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എവിടെയാണ്? ഉത്തരം ഡി. ആമാശയം. കേരളത്തിൽ 2010 വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച പ്രദേശം ഏത്? എ. മലബാർ വന്യജീവി സങ്കേതം, ബി. നെയ്യാർ വന്യജീവി സങ്കേതം, സി. പേപ്പാറ വന്യജീവി സങ്കേതം, ഡി. ചിന്നാർ വന്യജീവി സങ്കേതം. ഉത്തരം എ. മലബാർ വന്യജീവി സങ്കേതം. കേരളത്തിൽ ഉഷ്ണമേഖലാ മഴക്കാടുകൾ കാണുന്ന ജില്ല ഏത്? എ. മലപ്പുറം, ബി. പാലക്കാട്, സി. വയനാട്, ഡി. ആലപ്പുഴ. ഉത്തരം ബി. പാലക്കാട്. പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? എ. മലപ്പുറം, ബി. പാലക്കാട്, സി. വയനാട്, ഡി. ആലപ്പുഴ. ഉത്തരം സി. വയനാട്. കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം ഏത്? എ. കുമാരകം പക്ഷി സങ്കേതം, ബി. തട്ടേക്കാട് പക്ഷി സങ്കേതം, സി. മംഗളവനം പക്ഷി സങ്കേതം, ഡി. കടലുണ്ടി പക്ഷി സങ്കേതം. ഉത്തരം ബി. തട്ടേക്കാട് പക്ഷി സങ്കേതം. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത്? എ. മംഗളവനം, ബി. തട്ടേക്കാട്, സി. കുമാരകം, ഡി. മുണ്ടേരിക്കടവ്. ഉത്തരം എ. മംഗളവനം. കൊച്ചി നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം ഏത്? എ. മംഗളവനം പക്ഷി സങ്കേതം, ബി. തട്ടേക്കാട് പക്ഷി സങ്കേതം, സി. കുമാരകം പക്ഷി സങ്കേതം, ഡി. മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം. ഉത്തരം എ. മംഗളവനം പക്ഷി സങ്കേതം. തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? എ. കോഴിക്കോട്, ബി. മലപ്പുറം, സി. എറണാകുളം, ഡി. വയനാട്.
ഉത്തരം സി എറണാകുളം. കേരളത്തിൽ റെയിൽവേ ഇല്ലാത്ത ജില്ലകൾ ഏത്? എ വയനാട് മലപ്പുറം, ബി ഇടുക്കി വയനാട്, സി ആലപ്പുഴ കോട്ടയം, ഡി ഇടുക്കി മലപ്പുറം. ഉത്തരം ബി ഇടുക്കി വയനാട്. കേരളത്തിൽ ആദ്യ റെയിൽവേ പാത സ്ഥാപിച്ച വർഷം ഏത്? എ 1869, ബി 1940, സി 1861, ഡി 1947. ഉത്തരം സി 1861. കേരളത്തിലെ ആദ്യത്തെ വിമാനത്താവളം ഏത്? എ കോഴിക്കോട്, ബി തിരുവനന്തപുരം, സി കൊച്ചി, ഡി ഇടുക്കി. ഉത്തരം ബി തിരുവനന്തപുരം. കൊച്ചി മെട്രോ പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയ വർഷം ഏത്? എ 2017, ബി 2018, സി 2019, ഡി 2021. ഉത്തരം സി 2019. കേരളത്തിലെ നാലാമത്തെ വിമാനത്താവളമായ കണ്ണൂർ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്ത വർഷം ഏത്? എ 2017, ബി 2018, സി 2019, ഡി 2021. ഉത്തരം ബി 2018. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആര്? എ EMS നമ്പൂതിരിപ്പാട്, ബി പട്ടം താണുപിള്ള, സി ആർ ശങ്കർ, ഡി കെ കരുണാകരൻ. ഉത്തരം എ EMS നമ്പൂതിരിപ്പാട്. കേരളത്തിലെ ദേശീയ ഉത്സവം ഏത്? എ ഹോളി, ബി പെരുന്നാൾ, സി ക്രിസ്തുമസ്, ഡി ഓണം. ഉത്തരം ഡി ഓണം. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ജില്ല ഏത്? എ കാസർഗോഡ്, ബി കണ്ണൂർ, സി കോഴിക്കോട്, ഡി തിരുവനന്തപുരം. ഉത്തരം എ കാസർഗോഡ്. കേരളത്തിൽ 12 പുഴകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? എ കാസർഗോഡ്, ബി കണ്ണൂർ, സി കോഴിക്കോട്, ഡി തിരുവനന്തപുരം. ഉത്തരം എ കാസർഗോഡ്. കേരളത്തിലെ ആദ്യ സ്പോർട്സ് കേന്ദ്രം എവിടെയാണ്? എ കോഴിക്കോട്, ബി തലശ്ശേരി, സി തിരുവനന്തപുരം, ഡി കൊച്ചി. കേരളത്തിലെ ആദ്യ സ്പോർട്സ് കേന്ദ്രം എവിടെയാണ്? ഉത്തരം ബി തലശ്ശേരി. കുടുംബശ്രീയുടെ ഏത് പദ്ധതിയാണ് വീടുകളിൽ അടുക്കള മുതൽ പ്രസവ ശുശ്രൂഷ വരെയുള്ള സേവനങ്ങൾ നൽകുന്നത്? എ ഹോം കെയർ, ബി ക്വിക്ക് സെർവ്, സി സേവന സഖി, ഡി സഹായഹസ്തം. കുടുംബശ്രീയുടെ ഏത് പദ്ധതിയാണ് വീടുകളിൽ അടുക്കള മുതൽ പ്രസവ ശുശ്രൂഷ വരെയുള്ള സേവനങ്ങൾ നൽകുന്നത്? ഉത്തരം ബി ക്വിക്ക് സെർവ്. കേരളത്തിലെ 7ാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ആരാണ്? എ കെ.എം. മാണി, ബി വി.കെ. രാമചന്ദ്രൻ, സി പി.എം. തോമസ് ഐസക്, ഡി കെ.എൻ. ഹരിലാൽ. കേരളത്തിലെ 7ാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ആരാണ്? ഉത്തരം ഡി കെ.എൻ. ഹരിലാൽ.
ജൈവമാലിന്യ ശേഖരണത്തിന്റെ വിവരം രേഖപ്പെടുത്തുവാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആരംഭിച്ച ആപ്ലിക്കേഷൻ ഏതാണ്? ജൈവമാലിന്യ ശേഖരണത്തിന്റെ വിവരം രേഖപ്പെടുത്തുവാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആരംഭിച്ച ആപ്ലിക്കേഷൻ ഏതാണ്? എ. ഹരിതമിത്രം, ബി. ഗ്രീൻ കേരള, സി. ക്ലീൻ കേരള, ഡി. സ്വച്ഛ് കേരള. ഉത്തരം എ. ഹരിതമിത്രം. റെയിൽവേ സ്റ്റേഷൻ ഇല്ലാത്ത ഇന്ത്യയിലെ സംസ്ഥാനം ഏത്? എ. മേഘാലയ, ബി. സിക്കിം, സി. അരുണാചൽ പ്രദേശ്, ഡി. മണിപ്പൂർ. റെയിൽവേ സ്റ്റേഷൻ ഇല്ലാത്ത ഇന്ത്യയിലെ സംസ്ഥാനം ഏത്? ഉത്തരം ബി. സിക്കിം. ലോകത്ത് ഏറ്റവും കൂടുതൽ പിരമിഡുകൾ ഉള്ള രാജ്യം ഏത്? എ. സുഡാൻ, ബി. സൊമാലിയ, സി. നൈജീരിയ, ഡി. ഈജിപ്ത്. ലോകത്ത് ഏറ്റവും കൂടുതൽ പിരമിഡുകൾ ഉള്ള രാജ്യം ഏത്? ഉത്തരം എ. സുഡാൻ. തെക്കേ ഇന്ത്യയിൽ കാണപ്പെടാത്ത ഒരു ഭൂപ്രകൃതി ഏത്? എ. തീരപ്രദേശം, ബി. കായൽ, സി. മരുഭൂമി, ഡി. പീഠഭൂമി. തെക്കേ ഇന്ത്യയിൽ കാണപ്പെടാത്ത ഒരു ഭൂപ്രകൃതി ഏത്? ഉത്തരം സി. മരുഭൂമി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾ ഉള്ള രാജ്യം ഏത്? എ. അമേരിക്ക, ബി. ഇന്ത്യ, സി. ചൈന, ഡി. പാകിസ്ഥാൻ. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള രാജ്യം ഏത്? ഉത്തരം ബി. ഇന്ത്യ. ശരീരത്തിൽ രൂപപ്പെടുന്നതും ശരീരത്തിലെത്തുന്നതുമായ വിഷവസ്തുക്കളെ ഹാനികരമല്ലാത്ത വസ്തുക്കൾ ആക്കി മാറ്റുന്നത് എന്ത്? എ. കരൾ, ബി. വൃക്ക, സി. ചെറുകുടൽ, ഡി. വൻകുടൽ. ശരീരത്തിൽ രൂപപ്പെടുന്നതും ശരീരത്തിലെത്തുന്നതുമായ വിഷവസ്തുക്കളെ ഹാനികരമല്ലാത്ത വസ്തുക്കൾ ആക്കി മാറ്റുന്നത് എന്ത്? ഉത്തരം എ. കരൾ. ജൈവാംശം കൂടുതലുള്ള മണ്ണ് ഏതു നിറത്തിൽ കാണപ്പെടുന്നു? എ. വെള്ള നിറം, ബി. തവിട്ടു നിറം, സി. ചുവപ്പു നിറം, ഡി. ഇരുണ്ട നിറം. ജൈവാംശം കൂടുതലുള്ള മണ്ണ് ഏതു നിറത്തിൽ കാണപ്പെടുന്നു? ഉത്തരം ഡി. ഇരുണ്ട നിറം. മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ? എ. ബത്തേരി, ബി. ഫറൂഖ്, സി. ഒളവണ്ണ, ഡി. കടലുണ്ടി. മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം സി. ഒളവണ്ണ. സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എ. ശാസ്ത്രം, ബി. പരിസ്ഥിതി, സി. ആരോഗ്യം, ഡി. കാർഷികം. സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ബി. പരിസ്ഥിതി. ഇന്ത്യൻ സിനിമയുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് എവിടെ? എ. മുംബൈ, ബി. ഡൽഹി, സി. അഹമ്മദാബാദ്, ഡി. കേരളം. ഉത്തരം എ. മുംബൈ. കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം ഏത്? എ. പനി, ബി. പ്ലേഗ്, സി. ക്യാൻസർ, ഡി. കഫക്കെട്ട്. ഉത്തരം ബി. പ്ലേഗ്. വിരലുകൾ ഇല്ലെങ്കിലും നഖങ്ങൾ ഉള്ള ജീവി ഏത്? എ. കുതിര, ബി. പൂച്ച, സി. ആന, ഡി. ജിറാഫ്. ഉത്തരം സി. ആന.
ലക്ഷദ്വീപ് സമൂഹത്തിൽ എത്ര ദ്വീപുകൾ ഉണ്ട്? എ 36, ബി 37, സി 38, ഡി 30. ഉത്തരം എ 36. വിറ്റാമിൻ സി കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗം ഏത്? എ സ്കർവി, ബി ഗോയിറ്റർ, സി നിശാന്തത, ഡി മഞ്ഞപ്പിത്തം. ഉത്തരം എ സ്കർവി. ഭക്ഷണം കഴിച്ച ഉടനെ കുളിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ത്? എ കരൾ രോഗം, ബി വൃക്കാരോഗം, സി ദഹനക്കേട്, ഡി അറ്റാക്ക്. ഉത്തരം സി ദഹനക്കേട്. ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കുറയ്ക്കുന്ന ഭക്ഷണം ഏത്? എ ശർക്കര, ബി ടാൻ, സി ഉപ്പ്, ഡി പഞ്ചസാര. ഉത്തരം ഡി പഞ്ചസാര. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏത്? എ ഗോവ, ബി ആസാം, സി കേരളം, ഡി കർണാടക. ഉത്തരം എ ഗോവ. കേരളത്തിൻ്റെ തനതായ നൃത്തരൂപം ഏത്? എ കഥകളി, ബി മോഹിനിയാട്ടം, സി ഒപ്പന, ഡി മാർഗം കളി. ഉത്തരം ബി മോഹിനിയാട്ടം. ഇന്ത്യയിൽ നിന്ന് സൂപ്പർ ബ്രാൻഡായി തിരഞ്ഞെടുക്കപ്പെട്ട ഏക വിനോദസഞ്ചാര കേന്ദ്രം ഏത്? എ മുംബൈ, ബി ഗോവ, സി കേരളം, ഡി കർണാടക. ഉത്തരം സി കേരളം. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? എ മധ്യപ്രദേശ്, ബി കർണാടക, സി മഹാരാഷ്ട്ര, ഡി ഹരിയാന. ഉത്തരം എ മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? എ അരുണാചൽ പ്രദേശ്, ബി ഛത്തീസ്ഗഡ്, സി ആന്ധ്രാപ്രദേശ്, ഡി ഗോവ. ഉത്തരം സി ആന്ധ്രാപ്രദേശ്. കേരളത്തെ പോലെ വേഴാമ്പൽ സംസ്ഥാന പക്ഷിയായ മറ്റൊരു ഇന്ത്യൻ സംസ്ഥാനം ഏത്? എ ബീഹാർ, ബി അരുണാചൽ പ്രദേശ്, സി ഛത്തീസ്ഗഡ്, ഡി ആസാം. ഉത്തരം ബി അരുണാചൽ പ്രദേശ്. 2011 സെൻസസ് പ്രകാരം ഏറ്റവും ജനസാന്ദ്രത കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ഏത്? എ ബീഹാർ, ബി അരുണാചൽ പ്രദേശ്, സി ഛത്തീസ്ഗഡ്, ഡി ആസാം. ഉത്തരം ബീഹാർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിനിമാ പ്രദർശനശാലകളുള്ള സംസ്ഥാനം ഏത്? എ കേരളം, ബി ആന്ധ്രാപ്രദേശ്, സി മഹാരാഷ്ട്ര, ഡി ഡൽഹി. ഉത്തരം ബി ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ സൈബർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? എ കേരളം, ബി ആന്ധ്രാപ്രദേശ്, സി മഹാരാഷ്ട്ര, ഡി ഡൽഹി. ഉത്തരം ബി ആന്ധ്രാപ്രദേശ്. 2017 നോ ഹെൽമെറ്റ് നോ പെട്രോൾ നിയമം പാസാക്കിയ സംസ്ഥാനം ഏത്? എ കേരളം, ബി ആന്ധ്രാപ്രദേശ്, സി മഹാരാഷ്ട്ര, ഡി ഡൽഹി.
ഉത്തരം ബി ആന്ധ്രാപ്രദേശ്. ഏറ്റവും കൂടുതൽ വിമാനത്താവളങ്ങൾ ഉള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? എ ഗോവ, ബി മഹാരാഷ്ട്ര, സി ഡൽഹി, ഡി ഗുജറാത്ത്. ഉത്തരം ഡി ഗുജറാത്ത്. മനോഹരമായ ബീച്ചുകൾക്ക് പ്രസിദ്ധമായ ഇന്ത്യൻ സംസ്ഥാനം ഏത്? എ ഗോവ, ബി മഹാരാഷ്ട്ര, സി ഡൽഹി, ഡി ഗുജറാത്ത്. ഉത്തരം എ ഗോവ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിലക്കടല ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? എ ഗോവ, ബി മഹാരാഷ്ട്ര, സി ഡൽഹി, ഡി ഗുജറാത്ത്. ഉത്തരം ഡി ഗുജറാത്ത്. ഇന്ത്യയിൽ വാണിജ്യാടിസ്ഥാനത്തിൽ കുങ്കുമപ്പൂവ് കൃഷി ചെയ്യുന്ന ഒരേയൊരു സംസ്ഥാനം ഏത്? എ ഹരിയാന, ബി ബീഹാർ, സി ജമ്മു കാശ്മീർ, ഡി കർണാടക. ഉത്തരം സി ജമ്മു കാശ്മീർ. ഇന്ത്യയിൽ ആദ്യമായി റബ്ബർ കൃഷി ആരംഭിച്ച സംസ്ഥാനം ഏത്? എ കേരളം, ബി ബീഹാർ, സി തമിഴ്നാട്, ഡി കർണാടക. ഉത്തരം എ കേരളം. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? എ നൈൽ, ബി ആമസോൺ, സി ഗംഗ, ഡി പെരിയാർ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഉത്തരം എ നൈൽ. രാത്രി 12 മണിക്ക് സൂര്യൻ ഉദിക്കുന്നത് ഏത് രാജ്യത്താണ്? എ നോർവേ, ബി സ്വീഡൻ, സി ഈജിപ്ത്, ഡി ഡെൻമാർക്ക്. രാത്രി 12 മണിക്ക് സൂര്യൻ ഉദിക്കുന്നത് ഏത് രാജ്യത്താണ്? ഉത്തരം എ നോർവേ. ആകാശത്തേക്ക് നോക്കാൻ കഴിയാത്ത മൃഗം ഏത്? എ ആട്, ബി ആന, സി പശു, ഡി പന്നി. ഉത്തരം ഡി പന്നി. ആകാശത്തേക്ക് നോക്കാൻ കഴിയാത്ത മൃഗം ഏത്? ഉത്തരം ഡി പന്നി. പൂജ്യം കണ്ടുപിടിച്ച രാജ്യം ഏത്? എ ചൈന, ബി ഇന്ത്യ, സി ജപ്പാൻ, ഡി അമേരിക്ക. പൂജ്യം കണ്ടുപിടിച്ച രാജ്യം ഏത്? ഉത്തരം ബി ഇന്ത്യ. പൂജ്യം കണ്ടുപിടിച്ച രാജ്യം ഏത്? ഉത്തരം ബി ഇന്ത്യ. സൂര്യൻ ആദ്യം ഉദിക്കുന്ന രാജ്യം ഏതാണ്? എ സമോവ, ബി ജപ്പാൻ, സി ബ്രസീൽ, ഡി ബ്രിട്ടൻ. സൂര്യൻ ആദ്യം ഉദിക്കുന്ന രാജ്യം ഏതാണ്? ഉത്തരം എ സമോവ. സൂര്യൻ ആദ്യം ഉദിക്കുന്ന രാജ്യം ഏതാണ്? ഉത്തരം എ സമോവ. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി ഏത്? എ സഹാറ, ബി താർ, സി ഗോബി, ഡി കാർക്രോസ്. ഉത്തരം എ സഹാറ. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി ഏത്? ഉത്തരം എ സഹാറ. മനുഷ്യ ശരീരത്തിലെ വിഷം കൂടിയ ഭാഗം ഏത്? എ വായ, ബി കരൾ, സി നഖം, ഡി പൊക്കിൾ. മനുഷ്യ ശരീരത്തിലെ വിഷം കൂടിയ ഭാഗം ഏത്? ഉത്തരം ബി കരൾ. മനുഷ്യ ശരീരത്തിലെ വിഷം കൂടിയ ഭാഗം ഏത്? ഉത്തരം ബി കരൾ.
വയറിൽ ചെവിയുള്ള ജീവി ഏത്? എ. അരണ, ബി. ഈച്ച, സി. പുൽച്ചാടി, ഡി. ഒച്ച്. വയറിൽ ചെവിയുള്ള ജീവി ഏത്? ഉത്തരം സി. പുൽച്ചാടി. വയറിൽ ചെവിയുള്ള ജീവി ഏത്? ഉത്തരം സി. പുൽച്ചാടി. ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷി ഏത്? എ. പരുന്ത്, ബി. കാക്ക, സി. കഴുകൻ, ഡി. സ്വിഫ്റ്റ്. ഉത്തരം എ. പരുന്ത്.